പറഞ്ഞാൽ ഏതിലാണ് അർത്ഥം വരുന്നതല്ലോ? ഡ്രൈവിംഗ് വണ്ടി ഓടിക്കാൻ പറ്റുന്നതാണ് ഡ്രൈവിംഗ്. അല്ല, അത് ഡ്രൈവർ ആരാണെന്ന് ചോദിക്കുന്നത്. ഡ്രൈവിംഗിന്റെ മീനിങ് ഡ്രൈവിംഗിന്റെ മീനിങ് എന്താണ്? സഹി വക്ത സഹി കൈസ. എങ്ങനെ ഡ്രൈവ് ചെയ്യണം? സിറ്റിയിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെ ഡ്രൈവ് ചെയ്യണം? ഹൈവേ ലോങ് ഡിസ്റ്റൻസ് കാണാൻ പറ്റും, ദൂരത്തേക്ക് കാണാം. സിറ്റിയിലാവും എന്താണ് കാരണം? ഹൈവേയിൽ എന്തുകൊണ്ടാണ് സിറ്റിയിൽ സിറ്റിയിൽ തിരക്കും ബന്ധവും കാര്യങ്ങളൊക്കെ മറ്റേതാവുമ്പോൾ നേരിട്ട് കാണാൻ പറ്റും. സൈഡില് ബിൽഡിംഗ് ഉണ്ടാവില്ല. ആക്സിഡന്റിന്റെ കാരണം എന്താണ്? അതായത് നമ്മുടെ ടൈമിന് നമ്മൾ അതിന്റെ കൺട്രോൾ ചെയ്യും. ആക്സിഡന്റിന്റെ കാരണം ടൈമിന് കൺട്രോൾ ചെയ്യാതിരിക്കുക ശരിയായി. കാരണം ശരിയായില്ല. എന്തുകൊണ്ടാണ് വിസിബിലിറ്റി ഈസ് ഇമ്പോർട്ടൻ്റ്? അതായത് മാധ്യമ വിസിബിലിറ്റി വളരെ കാഴ്ച വളരെ टैक्सी ड्राइवर का क्या क्या रिस्पॉन्सिबिलिटी है? एक टैक्सी ड्राइवर को कितनी रिस्पॉन्सिबिलिटी? टैक्सी ड्राइवर को टैक्सी साफ रखना चाहिए और पैसेंजर से अच्छी अखलाक से बात करना चाहिए और अपना रोड का जजमेंट देके टैक्सी कितने एक पुलिस का है और एक मुसलात का है और एक कंपनी का भी है और पैसेंजर का भी है, सबको लेके साथ में उसको चलना चाहिए. रिस्पॉन्सिबिलिटी है ना? गाड़ी का भी है. चलो ഡ്രൈവിംഗിന്റെ മീനിങ് എന്താണ്? അർത്ഥം അർത്ഥം ഇന്നലെ പറഞ്ഞിരുന്നു. ഇംഗ്ലീഷിൽ ഇതിലർത്ഥം പോകാം. കൃത്യമായ സമയത്ത് കൃത്യമായ ഇൻഫർമേഷൻ നമുക്ക് എങ്ങനെ കിട്ടുന്നു? കണ്ണിലോട് എത്ര ശതമാനം ഇൻഫർമേഷൻ? 90% ഇൻഫർമേഷൻ ഇൻഫർമേഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോഴേ കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. റിയാക്ഷൻ ടൈം എത്രയാണ്? ആക്സിഡന്റിന്റെ മീനിങ് എന്താണ്? പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാറുണ്ടാവുന്നൊരു ട്രാഫിക് ആക്സിഡന്റ് എന്ന് പറയും. നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് അതിനുവേണ്ടി തയ്യാറെടുപ്പൊന്നുമില്ല. ഹൈവേയിൽ നമ്മൾ 90 സ്പീഡ് കണ്ടുപിടിച്ചെടുക്കും. അപ്പോൾ മുമ്പിലെ വാഹനത്തിൽ എത്ര സേഫ്റ്റി സെൻസ് എത്ര കീപ്പ് ചെയ്യണം, മുമ്പത്തെ വാഹനത്തിൽ കീപ്പ് ചെയ്യണം, അതല്ലെങ്കിൽ എങ്ങനെ കീപ്പ് ചെയ്യണം? ഹൈവേയിൽ നമ്മൾ പൊതുവെ 10-25 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. കൃത്യമായ 90 സ്പീഡിൽ പോണൊരു വണ്ടി നമ്മളിവിടെ പദഭാഗം കാണിച്ചാണ്. 90 സ്പീഡിൽ പോണ വണ്ടി എത്ര മീറ്റർ ക്യാച്ച്? 75 മീറ്റർ.
എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ഡിസിഷൻ എടുത്ത് നമ്മൾ ബ്രേക്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ വാഹനം ഒരു ഞാൻ ചെയ്യേണ്ടത്? ഓയില് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒഴിവാക്കാൻ എന്തൊക്കെ തയ്യാറെടുപ്പാണ് നമ്മൾ ചെയ്യുന്നത്? വണ്ടി സേഫ്റ്റി ആയിരിക്കണം, നമ്മൾ കണ്ടുപിടിക്കുക. പിന്നെ ഡ്രൈവർ നന്നായിരിക്കുക, വണ്ടി നന്നായിരിക്കുക. ഓക്കെ, ഇതിൽ സ്കെയിൽ ഏതാണ്? ഡയറക്ഷൻ, ഇത് സ്കെയിൽ, അതിന്റെ അളവ്, ഇത് മാപ്പ് കീ. ഈ മാപ്പ് കീ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കളർ എടുത്തിട്ടാണ് നമ്മൾ ഡ്രൈവിംഗ് മീനിങ് എന്താ?